ആരും ജനിക്കുമ്പോൾ തന്നെ കുറ്റവാളികളായിട്ടോ മയക്കുമരുന്നിനോ മദ്യത്തിനോ അടിമയായിട്ടോ ജനിക്കുന്നില്ല. അവർ വളർന്നു വരുന്ന പാശ്ചാത്തലവും സാഹചര്യവുമാണ് അവരെ അങ്ങനെ ആക്കുന്നത്. ഏതൊരു കുറ്റവാളികളുടെയും ദുർനടപ്പുകാരുടെയും അങ്ങനെ ഒരു കൃത്യത്തിലേക്ക് എത്തിച്ച സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ അവർ വളർന്നു വരുന്ന സാഹചര്യമോ അതല്ലെങ്കിൽ അവരെ അങ്ങനെ ആക്കിയ ഒരു കാരണമോ കാണും. 4-5 ദിവസങ്ങൾക്ക് മുമ്പ് നടിയുടെ പരാക്രമണം ഹോസ്പിറ്റലിൽ എന്ന ഹെഡ്ലൈനോടെയുള്ള ഒരു വാർത്ത നമ്മൾ കണ്ടതാണ്. നടി അശ്വതി ബാബു കൂത്തുപറമ്പ് ഹോസ്പിറ്റലിൽ കിടന്ന് ചുമ്മാ വയലന്റായി ലേബർ റൂം അടിക്കുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. ഹോസ്പിറ്റൽ അധികൃതർ പിടിച്ചിട്ട് കിട്ടാതെ വന്നപ്പോൾ പോലീസിനെ വിളിക്കേണ്ട സാഹചര്യമുണ്ടായി. പോലീസ് എത്തി അവരെ കോഴിക്കോട് മാനസിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി. അതിൽ നിന്നും വ്യക്തമാണ് അവർ മാനസിക രോഗിയാണെന്ന്. അവരെങ്ങനെയാണ് മാനസിക രോഗിയായത്, മയക്കുമരുന്നിന് അടിമയായത്? സത്യത്തിൽ ഇവരൊരു മാനസിക രോഗിയും മയക്കുമരുന്നിന് അടിമയുമാണ്. പെൺവാണിഭത്തിനും മയക്കുമരുന്ന് ഉപയോഗിച്ചതിന്റെയും പേരിൽ ഇവർ കാക്കനാട് പോലീസ് അറസ്റ്റ് ചെയ്തതാണ്. ഇന്ന് ഇവർ വലിയൊരു മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്ന ഒരാളാണ് അശ്വതി ബാബു. ഇതിനെപ്പറ്റി എന്താണ് ഇത്ര വീഡിയോ ചെയ്യാനെന്ന് ചോദിച്ചാൽ ഇവരെ കുറിച്ച് വെടി, ദുർനടപ്പുകാരി, മയക്കുമരുന്നിനും മദ്യത്തിനും അടിമ എന്നൊക്കെ പറയുന്നവരുണ്ട്, പുച്ഛിക്കുന്നവരുണ്ട്. അത് സത്യവുമാണ്. എന്നാൽ പുതുതലമുറ പഠിക്കേണ്ട കാര്യമുണ്ട്. കാരണം കലാകാരികൾക്കും കലാകാരന്മാർക്കും എപ്പോഴും അവരുടെ അന്തിമ ലക്ഷ്യം സിനിമയാണ്. സിനിമാ മോഹം അവരെ ചെന്നെത്തിക്കുന്നത് ചിലപ്പോൾ മറ്റു പലതിലുമാവും. സിനിമയ്ക്ക് പിന്നിലെ അഴുക്കുചാലുകളെ കുറിച്ച് പുതിയ തലമുറക്ക് ഒരു ധാരണയും ഉണ്ടാവില്ല. അവർ അശ്വതി ബാബുവിന്റെ കഥ അറിയണം. അതീവ സുന്ദരിയായിരുന്നു അവർ. അവർക്കൊരു പ്രണയമുണ്ടായിരുന്നു. 16ാമത്തെ വയസ്സിൽ അയാൾക്കൊപ്പം കൊച്ചിയിലെത്തി. സിനിമയിൽ അവസരമുണ്ടാക്കി തരാമെന്ന് പറഞ്ഞാണ് കൊച്ചിയിലെത്തിച്ചത്. കാമുകനോടുള്ള ഇഷ്ടവും വിശ്വാസവും കാരണം അയാളെ ഒരിക്കലും അവിശ്വസിച്ചില്ല. പക്ഷേ അയാളുടെ ലക്ഷ്യം മറ്റൊന്നായിരുന്നു. അത് പാവം അശ്വതി അറിഞ്ഞിരുന്നില്ല. അയാളും അയാളുടെ ഫ്രണ്ടും ചേർന്ന് ഇവരെ പലർക്കും കാഴ്ചവെച്ചു. ഇവരെ കൊണ്ടു നടന്ന് മാക്സിമം പണമുണ്ടാക്കി. 38 ലക്ഷമാണ് ആൻഡോ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ മലയാളി കൊടുത്തത്. ബാബുവെന്നും ശ്രീകാന്ത് എന്നുമാണ് ഇവരുടെ പേര്. ഈ പണം വെച്ച് ബാബുവും ശ്രീകാന്തും ഒരു ട്രാവൽ ഏജൻസി തുടങ്ങുന്നു. പല ബിസിനസ്സും ഇവർ ചെയ്യുന്നു. എന്നാൽ അശ്വതിക്കാവട്ടെ 1-2 സിനിമയിലും സീരിയലിലും അല്ലാതെ അവസരങ്ങളൊന്നും ലഭിച്ചില്ല. സിനിമയിൽ എങ്ങും എത്താനും കഴിഞ്ഞില്ല. ശ്രീകാന്തും ബാബുവുമാകട്ടെ ഇവരെ കടുത്ത മാനസികവും ശാരീരികവുമായ പീഡനത്തിനിരയാക്കുകയായിരുന്നു. മയക്കുമരുന്നും മദ്യവും നൽകി ഇവരെ പല കാര്യങ്ങളും ചെയ്യിക്കുന്നു. ഇവളെ വെച്ച് ഇവർ ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നു. നിർബന്ധിച്ചു അബോർഷൻ നടത്തി ബ്ലീഡിംഗ് കാരണം ഹോസ്പിറ്റലൈസ്ഡ് ആവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു പെൺകുട്ടിക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറം ഈ പെൺകുട്ടി അനുഭവിച്ചു. മാനസികവും ശാരീരികവുമായ നിരന്തര പീഡനവും മയക്കുമരുന്നിന്റെ അളവിലുള്ള കൂടുതലും അവരെ ഡിപ്രഷനിലേക്ക് തള്ളിവിട്ടു. പിന്നീട് അവർ ഭ്രാന്തിയെ പോലെ പെരുമാറാൻ തുടങ്ങി. ഒന്ന് ചികിത്സിക്കാൻ പോലും ശ്രീകാന്തും ബാബുവും തയ്യാറായില്ല. അവളെ കൊണ്ട് നേടിയ പണവും കാറും ബംഗ്ലാവും ബിസിനസ്സുമെല്ലാം ഉണ്ടായിട്ടും അവൾ ഒരു ബാധ്യതയായി മാറുകയായിരുന്നു. ഒടുക്കം ഒരു കറിവേപ്പില കണക്കെ ദൂരെ കളഞ്ഞു. കൂത്തുപറമ്പ് ഹോസ്പിറ്റലിൽ ലേബർ റൂമിന് മുന്നിൽ അവർ പറയുന്നത് എന്താണെന്നറിയാമോ? അവിടെയുള്ള കുഞ്ഞുങ്ങളുമായിട്ട് ജീവിച്ചാൽ മാത്രമേ എനിക്കിനി സമാധാനം ലഭിക്കൂ എന്നാണ് അവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹോസ്പിറ്റലിലെ സ്റ്റാഫിനോടും പോലീസിനോടൊക്കെ അശ്വതി പറയുന്നത് ഇങ്ങനെയാണ്. അതെന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. പീഡിപ്പിച്ച പോലെ നീയൊക്കെ അവർക്ക് കൂടി ഞാൻ അവരുടെ ശല്യമില്ലാതെ ചെറിയ മക്കളെ പറയുന്നത് 2 വയസ്സ് മുതൽ എന്നെ പീഡിപ്പിക്കാം. നിങ്ങൾ ആരെങ്കിലും കൂട്ടിയിരുന്നോ? ഒരു പ്രശ്നമില്ല. എനിക്ക് കയറാൻ പറ്റും. ഞാൻ ഇന്നലെ ഇവിടെ എന്റെ അവിടെ ഒരു മനുഷ്യരില്ലാതെ അങ്ങനെ ഹോസ്പിറ്റലായിരുന്നു. നിങ്ങൾ ക്യാമറ നോക്കും, ഒരാളില്ലായിരുന്നു. ഹോസ്പിറ്റലിലെ കഷ്ടവര് കോടതി എനിക്കല്ലോ. ഈ 4-5 പേര് മരിച്ചാൽ ഒറ്റ സാക്ഷി ഒരു പെട്രോൾ ഞാൻ പ്രസംഗിക്കുന്നേ. അവരെ ഈ അവസ്ഥയിൽ എത്തിച്ചവർ അവളെ വെച്ച് പണമുണ്ടാക്കി തിന്ന് വീർത്ത് ബെൻസിലും വലിയ ബംഗ്ലാവിലുമൊക്കെയായി താമസിച്ച് അടിച്ചു പൊളിച്ച് ജീവിച്ചു വരുന്നു. ഇവരാണെങ്കിൽ ഈ അവസ്ഥയിലും
ചെയ്തിട്ടില്ല. അതവിടെ വെച്ചാണ് ഡോക്ടർ വരെ കാണിക്കണ്ട. എനിക്ക് വീഡിയോ വരട്ടെ, ഞാൻ കാണിച്ചു കൊടുത്തോ? വീഡിയോ മനസ്സിലായോ? എന്റെ ദേഹത്ത് തൊടരുത്. ഒറ്റ ഒരെണ്ണം തൊടാനുള്ള അവകാശമില്ല. എന്നെ തളർന്ന് വീട് ഇവിടെ കിടന്നിട്ട് ഒരു മരുന്ന് പോലെ എനിക്ക് തന്നിട്ടില്ല. മനസ്സിലായോ? പോലീസ് കൊണ്ടുവന്നു. അവരെന്താ ചെയ്യേണ്ട? പ്രൊഫഷണൽ ട്രീറ്റ്മെന്റ് ചെയ്യണം. ഇത് എന്തൊക്കെ നടന്നു എല്ലാം എഴുതി അതും ഒരു സർക്കിളിന് മേലുള്ള ഒരാൾ മാത്രം എന്റെ അടുത്ത് സംസാരിച്ചാൽ വേണ്ട. എനിക്ക് നിങ്ങളെ കൂട്ടി ഇന്നലെ ആ ഒരാളെ കണ്ടില്ല, ഡോക്ടർ ഉണ്ടായിരുന്നില്ല, ആരും ഉണ്ടായിരുന്നില്ല. എനിക്ക് എന്താ പറയാ, ഒന്നുമില്ലെങ്കിൽ ആ കുഞ്ഞു മക്കളുടെ കൂടെ എനിക്ക് സമാധാനം. സത്യത്തിൽ അവർ തേടുന്നത് സമാധാനമാണ്. ഒന്നുമില്ലെങ്കിലും ആ കുഞ്ഞുങ്ങളെ അടുത്തുനിന്ന് എനിക്ക് സമാധാനം കിട്ടും എന്നാണ് അവർ പറയുന്നത്. തിരിച്ചറിയാൻ വയ്യാത്ത പ്രായത്തിൽ ഒരാളെ കൂടെ ഇറങ്ങിപ്പോകുക, അയാളിൽ നിന്നും ഉണ്ടാകുന്ന ദുരനുഭവം കാരണം ഒരുപാട് അനുഭവിച്ചു. ഒന്ന് ഓടി രക്ഷപ്പെടാൻ പോലും ആ പാവത്തിന് കഴിഞ്ഞു കാണില്ല. ഡിപ്രഷൻ അടിച്ച് ജീവിക്കുന്ന അവർക്ക് ഇന്ന് എന്താണ് ചെയ്യാൻ പറ്റുക? ഇങ്ങനെയുള്ളവരോട് ദേഷ്യപ്പെട്ടിട്ടോ ഭയപ്പെടുത്തിയിട്ടോ കാര്യമില്ല. സ്നേഹത്തോടെ അവർക്ക് ആവശ്യമായ ചികിത്സ നൽകുകയാണ് വേണ്ടത്. 2 വർഷങ്ങൾക്ക് മുമ്പ് നൗഫൽ എന്ന് പറയുന്ന ഒരാളുമായി ഇവർ വിവാഹം കഴിച്ചിരുന്നു. അയാളും ഇവളും ചേർന്ന് ആദ്യ ഭർത്താവ് എന്ന് പറയാനൊന്നും പറ്റില്ല, നിയമപരമായിട്ട് ഇവർ വിവാഹം കഴിച്ചിരുന്നില്ല. 16-ാം വയസ്സിൽ പ്രണയം തലക്ക് പിടിച്ച് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതാണ് ഇവർ. പക്ഷേ നിയമപരമായി വിവാഹം കഴിച്ചിരുന്നില്ല. കാരണം അയാൾക്ക് ഇവളെ ആവശ്യം മറ്റൊന്നിനായിരുന്നല്ലോ. ഇവളുടെ പണം വെച്ച് തുടങ്ങിയ ട്രാവൽ ഏജൻസിയിൽ ചെന്ന് തൻ്റെ ഷെയർ ആവശ്യപ്പെടുന്നു. നിയമപരമായി ഇവൾക്ക് അതിൽ യാതൊരു അവകാശവുമില്ല. അയാൾ ഇവളുടെ പേര് രജിസ്ട്രേഷനിൽ കൊടുത്തിരുന്നില്ല. അയാൾ പോലീസിനെ വിളിച്ച് നൗഫലിനെയും അശ്വതിയെയും ഏൽപ്പിക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷം മറുനാടൻ ടിവിയോട് ഇവരുടെ ജീവിത കഥയെല്ലാം പറയുന്നുണ്ട്. ഇവർ അഭിസാരികയായും മയക്കുമരുന്നിന് അടിമയായും ഒക്കെ അറിയപ്പെട്ടതിനാൽ ഇവരെ ആരും വിശ്വസിക്കുന്നില്ല. ഇവരെ പുച്ഛിച്ചും കളിയാക്കിയും മാനസിക രോഗിയുമൊക്കെ ആക്കി നമ്മൾ ഇവരെ ആട്ടി ഓടിക്കുമ്പോൾ ഇവരുടെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന, ഇവരുടെ ഇറച്ചി വിറ്റ് ജീവിക്കുന്ന ശ്രീകാന്തിനെ പോലുള്ളവരെ നമ്മൾ ഒന്നും പറയുന്നില്ല. ഇവർക്കു പിന്നിലെ ഇവരെ ഇങ്ങനെ ആക്കിയ ഒരാളെ നമ്മൾ ചിന്തിക്കുന്നു പോലുമില്ല. കാരണം ഒരുപക്ഷെ ഇവരൊരു സ്ത്രീ ആയതുകൊണ്ടാവാം. ഒരു സ്ത്രീയെ സൂക്ഷിക്കേണ്ടത് ഒരു സ്ത്രീ മാത്രമാണെന്ന് കരുതുന്നവരാണ് ഇന്ന് പലരും. എന്തൊക്കെ തന്നെയായാലും ഇവർക്കിനി പഴയതൊന്നും തിരിച്ചു കിട്ടില്ല. ക്യാഷും ഇവരുടെ ജീവിതവും മാനവും ഒന്നും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. ഇവരുടെ കയ്യിൽ ട്രാൻസാക്ഷൻ നടന്നതിൻ്റെ തെളിവുകളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ഒരു പക്ഷേ ഇവരുടെ സ്വത്തുക്കളെങ്കിലും തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ടാവും.